ഇന്ന് വളരെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ, ഒരു ഞായറാഴ്ച ആയിരുന്നേ. അപ്പോൾ രാവിലെ തന്നെ അതായത് കുഞ്ഞു കാറ്റും ഈ ഓന്തും ഒക്കെയാണ് എന്നെ വരവേറ്റത്. പിന്നെ ഞങ്ങൾ കുറച്ച് ബിരിയാണിയൊക്കെ വെച്ച വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ എന്തിനാണ് ഇപ്പം ബിരിയാണി വെച്ചതെന്നല്ല, ബിരിയാണി വെക്കുന്നത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ മോൻ LSSന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. LSS സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഈ പ്രാവശ്യം 7 കുട്ടികൾ ഇതിൽ 2 കുട്ടികളിൽ ഒരാൾ എൻ്റെ മോനാണ്. അപ്പോൾ അവനൊരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ബിരിയാണി വെക്കാൻ വേണ്ടി നിന്നത് കേട്ടോ. ഇന്നലെ ഞങ്ങൾ 4 പേരും കൊടുത്തായിരുന്നു ബിരിയാണി വെച്ച്, ഞാനും ഏട്ടനും മക്കളും കൂടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ പോയി. 3 അമ്പലങ്ങളിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ വീടിന് ചുറ്റുവട്ടത്തുള്ള അമ്പലങ്ങളിൽ. അപ്പോൾ അവിടത്തേക്ക് പോകാൻ വേണ്ടി എല്ലാവരും കുളിച്ച് റെഡിയായി ഒരുങ്ങിയിരിക്കുകയായിരുന്നേ. കൂട്ടത്തിൽ ഞാനുണ്ട്. ഇവരുടെ വീഡിയോ എടുത്ത് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഞാനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരിപ്പുറത്തിങ്ങനെ നോക്കുകയാണ്, അവിടെ റംബൂട്ടാൻ വിളവെടുക്കുന്നുണ്ടേ. നമ്മുടെ അടുത്തുള്ള പറമ്പിൽ, ഈ മതിലിൻ്റെ ബാക്കിലുള്ള പറമ്പിൽ നമ്മൾ ഒരുപാട് റംബൂട്ടാൻ ഉണ്ട് കേട്ടോ. ആ പറമ്പിൽ ആൾക്കാർ വെച്ച് പിടിപ്പിച്ചത് ഒരുപാടുണ്ട്. ആ ഒരു 2 മരം നിറയെ ഉണ്ടായിരുന്നു. ഒരു വലയൊക്കെ വെച്ച് മൂടി നല്ല സെക്യൂറായിട്ട് വെച്ചതാണ്. അപ്പോൾ അതിന് വിളവെടുക്കുന്ന സമയമായി. അപ്പോൾ ഇന്ന് വൈകുന്നേരം വിളവെടുക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ നിന്നത്. അപ്പോൾ കൂട്ടത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് റംബൂട്ടാൻ, കുട്ടികളുള്ളതുകൊണ്ട് അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി, ആലത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി. അവിടെ നിന്ന് ഐക്യമത്യ പുഷ്പാഞ്ജലിയും നമ്മുടെ മക്കളുടെ പേരിൽ പുഷ്പാഞ്ജലിയും ഒക്കെ കഴിച്ചു. പിന്നെ അവിടെ നമ്മുടെ മഹാവിഷ്ണു ക്ഷേത്രത്തിന് കുളം ഉണ്ടല്ലോ, കുളത്തിൽ പോയി. അവിടെ നിന്ന് കുട്ടികൾ കുളിക്കാറുണ്ടായിരുന്നു ഏട്ടനും കൂടിയിട്ട്. പക്ഷേ ഇപ്പം നല്ല മഴയൊക്കെ പെയ്ത് വെള്ളം കൂടിയോണ്ട് കുളിക്കാൻ നിന്നിട്ടില്ല. പിന്നെ എനിക്ക് മോനിങ്ങനെ പറയായിരുന്നു, അമ്മ ആഫ്രിക്കൻ വെച്ച് കൃഷിയെ നശിപ്പിക്കും, അങ്ങനെ ഇങ്ങനെയാണ് നമുക്ക് പറഞ്ഞ് ഒരുപാട് വിവരങ്ങൾ അവൻ പറഞ്ഞതെന്ന്. ഞാനൊന്നും അറിയാത്ത പോലെ നിന്നു. കാരണം കുട്ടികളല്ലേ, അവർക്ക് അവരുടെ അറിവ് പറയുമ്പോൾ എനിക്കറിയാമെന്ന് പറഞ്ഞാൽ നമ്മൾ മിണ്ടാണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അവർ പറയട്ടെ, നമ്മളത് കേൾക്കാം, തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്തി കൊടുക്കാം. അപ്പോൾ അവൻ്റെ അറിവുകളൊക്കെ എനിക്ക് പറഞ്ഞു തരികയായിരുന്നേ. അത് കഴിഞ്ഞ് നമുക്ക് പ്രസാദങ്ങളൊക്കെ എടുക്കണമല്ലോ. പ്രസാദമൊക്കെ നമ്മളെടുത്ത ശേഷം അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. പോകുന്ന സമയത്ത് ഈ അമ്പലത്തിൽ കാണാൻ ഈ അരയാൽ മരം ഇങ്ങനെ കുറേ വള്ളികളൊക്കെ ചേർന്നിട്ട്, അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കണം. ഞാൻ പൊതുവെ അമ്പലങ്ങളിൽ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ, അമ്പലങ്ങളിൽ മാത്രമായിരിക്കും ഉണ്ടാവുക, അറിയില്ല. അറിയുന്നവർ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എനിക്ക് എന്താ ഇഷ്ടമാണ് ആ മരം കാണുമ്പോൾ തന്നെ അതിൻ്റെ അടുത്ത് പോയിരിക്കുന്നത്. നല്ലൊരു സുഖമാണ്, നല്ലൊരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുക മനസ്സിന്. പിന്നെ ഞങ്ങൾ പാമ്പാട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൽ പോയി, അടിപൊളി അമ്പലമായിരുന്നത്. പിന്നെ നമ്മുടെ സ്വന്തം മഹാദേവൻ്റെ അടുത്ത് പോയി, വയലൂർ ക്ഷേത്രത്തിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഒരു പാടത്ത് ഒരുപാട് താറാവുകളായാലും ഒരാൾ കമൻറ്റ് ചെയ്തിട്ട് ആ താറാവുകൾ എന്താ പറയുക, ഒരു കുഴപ്പമില്ലാണ്ട് നല്ല രീതിക്ക് ആൾ പറഞ്ഞതനുസരിച്ച് മാത്രം മൂവ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ കുട്ടികൾക്ക് വേറെ ഭക്ഷണമൊന്നും വേണ്ട, അമ്മ പെട്ടെന്ന് തന്നെ ബിരിയാണി ആക്കിയാൽ നമുക്ക് ബിരിയാണി ആകുമ്പോൾ അങ്ങോട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ മക്കളും കൂടുന്നുണ്ട് മുറിക്കാനും തറിക്കാനൊക്കെ. സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ അവർ മുറിച്ച് തന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇപ്പുറത്തെ ഏട്ടൻ ബിരിയാണിക്ക് ചിക്കന് വേണ്ട മസാലയും കാര്യങ്ങളൊക്കെ ഏട്ടനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. സാറിന് ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ ഇത്തിരി വെള്ളം, എന്താ പറയുക, സാധാരണ ഞാൻ വെള്ളമൊന്നും അങ്ങനെ ചേർക്കാതെ ചിക്കനിലെ വെള്ളം വെച്ച് മാത്രം ഉണ്ടാക്കുക. ഇന്ന് ഇത്തിരി ഗ്രേവിയോട് കൂടി ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഏട്ടനായ രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പുറത്ത് ഞാൻ ചോറിൻ്റെ പണി നോക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നോക്കുന്നുണ്ട്. പുറത്തുനിന്ന് വെച്ച് സെറ്റാക്കാനൊക്കെ കഴിയില്ല, പക്ഷെ പുറത്ത് നമുക്ക് വെക്കാൻ പറ്റില്ല. കാരണം മഴ കാരണം തലേന്ന് എന്താ പറയുക, ഇന്നലെ പെയ്ത മഴ കാരണം ഇന്ന് നമുക്ക് അടുപ്പ് കത്തിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവില്ല. അങ്ങനെയായിരുന്നു കേട്ടോ. ചോറൊക്കെ ഓൾമോസ്റ്റ് റെഡിയായി, ചിക്കൻ്റെ ഗ്രേവിയൊക്കെ റെഡിയായി വന്ന സമയത്ത് നമ്മൾ ചിക്കൻ ഇട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. എന്താ ചുവന്ന കളറായി, ഞാൻ എപ്പോഴും വെക്കും നല്ല ബ്രൗൺ കളർ ഉണ്ടായി. ഇപ്രാവശ്യം മുളക് പൊടിയുടെ കുഴപ്പമാണെന്ന് തോന്നുന്നു, പക്ഷെ എന്തായാലും ടേസ്റ്റിലൊരു കോംപ്രമൈസ് ഉണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അതിനുശേഷം നമുക്ക് 4 ചിക്കൻ കറി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 4 ആൾക്കും ഓരോ കാലം അങ്ങോട്ട് വെച്ച് പൊരിച്ചു. അപ്പോൾ അതിനുശേഷം ചോറിലായതിനു ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ നമ്മൾ ബിസ്ത ഒക്കെ ചെയ്യേണ്ട, ബിസ്ത നമ്മുടെ ഉള്ളി ഇങ്ങനെ ഇതുപോലെ മുരിച്ചെടുത്തിട്ട് നമുക്ക് ചോറ് ഇടണമല്ലോ. അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടായിരുന്നു, അതും ലാസ്റ്റ് ചെയ്തു. പിന്നെ മല്ലിയിലയും നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും പിസ്തയും പിന്നെ ക്യാരറ്റൊക്കെ ഇട്ട് നമുക്ക് അലങ്കരിക്കണം, അതും ചെയ്യുന്നുണ്ട്. ക്യാരറ്റ് ഞാൻ ഓൾറെഡി ചോറിലിട്ടപ്പോൾ ലാസ്റ്റ് എനിക്ക് എടുത്ത് വെക്കാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും ചോറൊക്കെ സെറ്റ് ആയതുകൊണ്ട് ക്യാരറ്റ് മുകളിൽ വിതറാനുണ്ടായിരുന്നില്ല, അത്രേ ഉണ്ടായുള്ളൂ, വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. നെയ്യൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി സെറ്റാക്കി നല്ല ചോറായിരുന്നു കേട്ടോ. അപ്പം ചോറ് ഞാൻ പറഞ്ഞതുപോലെ വെക്കേഷൻ സമയമായപ്പോൾ എനിക്ക് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല, കാരണം അവർ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ എനിക്കൊന്നും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായില്ല കാര്യമായിട്ട്. അപ്പം പിന്നെ LSSൻ്റെ അതുള്ളത് കൊണ്ട് ഞാൻ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. ചിക്കൻ ഇത്തിരി ഗ്രേവിയോട് കൂടി വെച്ചു. അപ്പം നമ്മുടെ ചിക്കൻ കറിയെല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് ഗ്രേവിയോട് കൂടി ഞാൻ പറഞ്ഞല്ലോ, കറി പോലെ തന്നെയാണ് കേട്ടോ വെച്ചത്. ഇത്തിരി എന്താ പറയുക, എല്ലാം കൂടി സെറ്റാക്കിയിട്ട് കുട്ടികൾക്ക് വിളമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയിൽ ദമ്മ് ചെയ്തിട്ട് തന്നെയാണ് അവർക്ക് കൊടുത്തതെന്ന് വെച്ചാൽ പ്ലേറ്റിൽ ചോറും കറിയൊക്കെ കൂടി സെറ്റാക്കിയിട്ട് അവർക്ക് കൊടുത്തു. മോൻ പറയണം, അമ്മ എന്നെ വീഡിയോ എടുക്കുക, ഞാൻ പൊട്ടിക്കാന്ന് പറ്റും. അപ്പം തന്നെ ആളുടെ കൈ പൊള്ളി പോയിട്ട്, എന്നാലും കുഴപ്പമില്ല, അവന് ഇഷ്ടമായി, എന്തായാലും ചോറ് ഇഷ്ടമായി 2 പേർക്ക്. അതാണല്ലോ നമുക്ക് വേണ്ടത്. കുട്ടികൾക്ക് 2 ആൾക്ക് ഇഷ്ടമായപ്പോൾ എനിക്ക് സന്തോഷമായി. അപ്പോൾ പിന്നെ 2 ആൾ നല്ലോണം ആസ്വദിച്ച് അങ്ങോട്ട് ചോറ് കഴിച്ചുട്ടാ. അല്ലാണ്ട് മോൾക്ക് ഇങ്ങനെ ചെറിയ അലർജിൻ്റെ പ്രശ്നം ഉണ്ട്, അതിൻ്റെ ഇടയിൽ അവൾക്ക് ഇങ്ങനെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്നാലും പറയണം, അമ്മ എന്നെ വീഡിയോ എടുക്കുന്ന പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 2 ആളും നല്ലോണം ആസ്വദിച്ച് കഴിച്ചു. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായത് കഴിഞ്ഞ് ഞങ്ങൾ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ചോറ് പെട്ടെന്ന് ഞങ്ങൾ എടുത്തോണ്ട് ഞങ്ങൾ മുകളിലാണ് ഇരുന്നത്, സ്ഥലമില്ലാത്തതുകൊണ്ട് മുകളിലേക്ക് കയറിയിരുന്ന് ഞങ്ങൾ 2 ആളും കൂടി ഒരു ഇലയിലാണ് കേട്ടോ ചോറുണ്ണത്. ഒരു ഇലയിൽ ബിരിയാണിയൊക്കെ നല്ലോണം സെറ്റാക്കി ഏട്ടൻ തന്നെ എനിക്ക് വിളമ്പി തന്നു. ഞാൻ അവിടെ ഇരിക്കുക ചെയ്തിട്ടുള്ളൂ ഫോണും പിടിച്ചിട്ട്. എനിക്ക് ആൾ വിളമ്പിയൊക്കെ തന്ന്
ഉം, ആദ്യം തന്നെ ഞങ്ങൾ നല്ല ഭക്ഷണം നല്ല ദിവസങ്ങളുണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാത്ത ദിവസങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ചോറ് ഉരുളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ആളെനിക്ക് വേഗം തന്നെ എൻ്റെ വായിൽ വെച്ച് തന്നു. പിന്നെ ഞാൻ അതുപോലെ ആദ്യം തന്നെ ഉരുട്ടി കൊടുത്ത് ഞാനും തിന്നതിന് മുന്നേ ആൾക്ക് തന്നെയാണ് വേഗം ഉരുട്ടി കൊടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടമായി. നല്ല ചൂടോടുകൂടി നല്ല അടിപൊളിയായിരുന്നു. സൂപ്പർ എന്ന് പറഞ്ഞാട്ടാ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. പക്ഷേ കുറേ കാലമായിട്ട് നമ്മൾ വെക്കാണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് കഴിക്കുന്നല്ലേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ആയി വെക്കാണ്ട്. ഇപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ നല്ല ഇഷ്ടമായി എല്ലാവർക്കും. പിന്നെ ഞാനും ഏട്ടന് തിരിച്ച് ചോറൊക്കെ വാരി കൊടുത്തു കേട്ടോ. പിന്നെ ഇത് കുറച്ചധികം ചോറുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കഴിച്ചു. പിന്നെ കുറച്ച് ഏട്ടൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ചൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏട്ടൻ മൈലാഞ്ചി കൊണ്ട് എൻ്റെ പേര് എഴുതിയത് കാണിച്ചു തന്നതാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിച്ച് ഇലയൊക്കെ നല്ല എന്താ പറയുക വടിച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എടുത്താണ്. ചോറ് തിന്നിട്ട് സത്യം പറഞ്ഞാൽ മതിയായി. നല്ല വിശപ്പുണ്ടായിരുന്നു രാവിലെ കഴിക്കാണ്ട് ഉച്ചക്ക് ആ ബിരിയാണി ആയ വശം കഴിച്ചതായിരുന്നല്ലോ. എല്ലൊക്കെ എന്താ പറയുക വടിച്ച് തുടക്കുന്ന പോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2 പ്ലാസ്റ്റിക് പാത്രങ്ങളുണ്ടായിരുന്നു നമ്മുടെ ബിരിയാണി മുമ്പ് കണ്ട് വാങ്ങിയത്. അപ്പോൾ ആ പാത്രത്തിൽ പെങ്ങളുടെ വീട്ടിലേക്ക് ചോറും കറിയെല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു സന്തോഷം അവർക്കും കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അതും കൊടുത്തു. അങ്ങനെ ഞങ്ങൾ 4 ആളും ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല അടിപൊളി സെറ്റായിരുന്നു. അങ്ങനെ ചോറും അച്ഛനും മക്കളും കൂടി അവർക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പം പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഞായറാഴ്ച ദിവസങ്ങൾ. ഇങ്ങനെ എല്ലാവരും കൂടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷങ്ങളും ഞങ്ങളുടെ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്കും ഉത്സവമാണ്. അച്ഛനും മക്കളും ഞാനും ഒക്കെ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. അപ്പോൾ അവർ ഞങ്ങളെ വീട്ടിലേക്ക് ചോറൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അവർ തിരിച്ചു വന്ന് പെട്ടെന്ന് തന്നെ കൊണ്ടു കൊടുത്തിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായി. ആ സമയത്ത് നമ്മുടെ മുമ്പിൽ റംബൂട്ടാൻ വിളവെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ടായി. ഞങ്ങളാണ് വേറെ സ്ഥലത്ത് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പം റംബൂട്ടാനൊക്കെ പിന്നെ അടുത്ത വീഡിയോ ഞങ്ങളൊരു ഫിഷിങ്ങിന് പോയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സീ യു.